ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ, സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് കുരു വരുന്നത്. കുരു വരുമോ? കുരു വരും. പക്ഷെ കുരു വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് നമുക്ക് സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തോട്ട് ഇറങ്ങി ചെല്ലുകയും നമ്മുടെ പോഴ്സിനെ ക്ലോക്ക് ചെയ്തിട്ട് കുരു വരാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടെന്നും പറഞ്ഞ് കുരു വരില്ല. ഇട്ടിട്ട് നേരെ കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുരു വരും എന്നും പറഞ്ഞ് സൺസ്ക്രീൻ ഇടാതിരുന്നാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും. ഓക്കെ, അതുകൊണ്ട് സൺസ്ക്രീൻ ഇടുക. അതിന് വേണ്ടി നിങ്ങൾക്കൊരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ സാധാ ഫേസ് വാഷ് ഇട്ട് കഴുകുന്ന സമയത്ത് ഇത് പോയില്ല ഒട്ടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് കുരു വരുന്നത്. അതിന് ഡബിൾ ക്ലെൻസിങ്ങിന് നമുക്ക് വേണ്ടത് ഒരു ക്ലെൻസിങ് ഓയിലും ഏതെങ്കിലും ഒരു ഫേസ് വാഷോ ക്ലെൻസറുമാണ്. ക്ലെൻസിങ് ഓയിലിന് ഇനി എന്തുവാണ് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേര് വിചാരിക്കുന്നത് ഒരു എണ്ണയാണെന്നാണ്. ഇത് എണ്ണയാണ്, പക്ഷെ എണ്ണ അല്ല ഗൈസ്. കാരണം ഈ സംഭവം ഒരു എണ്ണ പോലെ ഇരിക്കുമെങ്കിലും ഇത് നമ്മളുടെ മേക്കപ്പും ഇമ്പ്യൂരിറ്റീസും മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവർക്കും ആണ് ക്ലെൻസിങ് ഓയിൽ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിലത്ത് ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഡബിൾ ക്ലെൻസിങ് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു ബംസ് അല്ലെങ്കിൽ ഒരുപാട് അഴുക്കുണ്ട് എല്ലാം റിമൂവ് ആവും. അടിപൊളി സാധനമാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് യൂസ് ചെയ്യണം. കുറേ പേർക്ക് ഡൗട്ടുണ്ട് ഓയിലി സ്കിന്നുകാർക്ക് എന്തിനാണ് ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്യുന്നതും ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുന്നതും. ക്ലെൻസിങ് ഓയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഓയിലി സ്കിന്നുള്ളവർക്കാണ്. കാരണം പോഴ്സിനകത്തുള്ള അഴുക്കിനെയും എല്ലാം റിമൂവ് ചെയ്ത് നിങ്ങളുടെ ഫേസിലുള്ള എക്സ്ട്രാ സീബത്തിനെയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസിങ് ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലെൻസിങ് ഓയിൽ അത്രയും നിർബന്ധമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന റൈസ് വാട്ടർ ബ്രൈറ്റ് ക്ലെൻസിങ് ഓയിലാണ് ഫേസ് ഷോപ്പിൻ്റെ. എത്ര എനിക്ക് തോന്നുന്നു അറൗണ്ട് 1000 അടുപ്പിച്ച് എന്തോ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് കയ്യിൽ കുറച്ച് നമ്മുടെ നൈറ്റ് ടൈമിൽ ഫസ്റ്റ് സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കണം. ഇത് മുടിയിൽ ഈ ഒരു ബാൻഡൊക്കെ ഇട്ടിട്ട് മുടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി നല്ലതായിരിക്കും. എന്നിട്ട് കയ്യിൽ നല്ല രീതിയിൽ ക്ലെൻസിങ് ഓയിൽ എടുക്കുക. ഒരു മയവും വേണ്ട. എന്നിട്ട് മൂക്കിൻ്റെ ആ ഒരു ഏരിയയിലും ചുണ്ടിൻ്റെ അടിയിൽ ഇങ്ങനെ തരുതരാന്നിരിക്കില്ല, ആ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ റബ്ബ് ചെയ്യുക. ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നും പറഞ്ഞാൽ ഒരുപാട് ഹാർഷായിട്ടിട്ട് ഉരയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇച്ചിരി ഇങ്ങനെ കാണിക്കുന്നു, പക്ഷേ അത്രയും ഉരയ്ക്കണ്ട. ഒരു ഇച്ചിരി ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ, സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊന്നുമില്ല, ഒരു ഓയിൽ ടൈപ്പ് ആണ്. അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും കുഞ്ഞു കുഞ്ഞു ബംസും അഴുക്കും നമ്മുടെ മുഖത്ത്. ഇന്നത്തെ ദിവസം ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെയുള്ള സ്കിൻ കെയറും ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇത് രണ്ടും ഇത്തിരി അഫോർഡബിൾ ആയിട്ടുള്ളൊരു ക്ലെൻസിങ് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൺസ്ക്രീനും സ്കിൻ കെയറും മാത്രമേ ചെയ്തോളൂ. ഈ 2 ക്ലെൻസിങ് ഓയിലും നല്ലതാണ്. എന്നിട്ടും എൻ്റെ മുഖത്തുനിന്ന് വരുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. അത്രയും ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ സൺസ്ക്രീൻ ഇളകി വരുന്നത് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ റബ്ബ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫേഷ്യൽ മസാജുകളൊക്കെ ചെയ്യാനുണ്ട്. കാരണം ഞാൻ ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ റിമൂവ് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും നല്ല ക്ലെൻസിങ് ഓയിൽ എന്താ പറയുക, സെൻറ്റല്ലയുടെ ക്ലെൻസിങ് ഓയിൽ ഭയങ്കര നല്ലതാണ്. അതേപോലെ ഒരുപാട് നല്ല ക്ലെൻസിങ് ഓയിലുണ്ട്. ബട്ട് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിലാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള കുറച്ച്. ഇതുപോലത്തുള്ള ഫേഷ്യൽ മസാജുകളൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഫേഷ്യൽ ഫാറ്റൊക്കെ ഇച്ചിരി ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി അധികം ഫേഷ്യൽ ഫാറ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ എൻ്റെ കയ്യിൽ ഈ സംഭവം കണ്ടില്ലേ, ഇങ്ങനെ കണ്ടോ. ഇത്രയും ഇത് മാത്രമല്ല, ഒരുപാടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കാണിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് കഴുകേണ്ടതെന്നുള്ളതാണ്. നേരെ കഴുകിയില്ലെങ്കിലും കുരു വരും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് കയ്യിൽ നല്ല രീതിയിൽ റബ്ബ് ചെയ്യുക. എന്നിട്ട് ഫേസിൽ റബ്ബ് ചെയ്യുമ്പോൾ ഈ എണ്ണ പോലത്തെ സാധനം മെൽറ്റായിട്ട് ഒരു എന്താ പറയുക, സോപ്പ് വെള്ളം പോലെയൊക്കെ ഇരിക്കും. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയണം, പക്ഷേ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് ആ സോപ്പ് വെള്ളം കാണാതെ നിങ്ങൾ ചുമ്മാ വെള്ളം ഒഴിച്ച് കഴുകിക്കളയരുത്, കാരണം കുരു വരും. അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതി. ഇപ്പോൾ കണ്ടോ എൻ്റെ മുഖത്ത് ഇങ്ങനെ സോപ്പ് വെള്ളം പോലെ വെള്ള കളറിൽ ഇരിക്കുന്ന കണ്ടില്ലേ. അതൊക്കെ നല്ല രീതിയിൽ ഉരയ്ക്കാൻ നല്ല രീതിയിൽ ഇതായിട്ട് കഴുകിക്കളയാം. നമ്മളൊരു കുഞ്ഞു വാവനെയൊക്കെ സ്കിൻ എങ്ങനെയാണ് നോക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ മുഖത്തിൻ്റെ സ്കിൻ എങ്ങനെയാണ് നോക്കേണ്ടത്. അതുപോലെയാണ് നമ്മുടെ മുഖത്ത് ഒരു കുഞ്ഞു മാവയുടെ ദേഹത്ത് നമ്മളിങ്ങനെ ഇട്ട് ഉരയ്ക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഹാർഷായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുമോ? ഇല്ലല്ലോ. അതുപോലെ വേണം നമ്മുടെ മുഖത്തിനെ ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ക്ലെൻസർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് വാഷ് എടുക്കുക. നമ്മൾക്ക് പലർക്കും കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ഫേസ് വാഷ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ആദ്യം കുറച്ച് മുഖം നനച്ചിട്ട് കയ്യിൽ കുറച്ച് ഫേസ് വാഷോ ഏതോ ക്ലെൻസറോ എടുത്തിട്ട് നല്ല രീതിയിൽ ഇച്ചിരി വെള്ളം നനച്ചിട്ട് നല്ല രീതിയിൽ പതപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഫോം ആവണം. അവിടെ ഒരു ക്രീമി എന്താ പറയുക, ക്രീം പോലത്തെ ടെക്സ്ചർ ആകുമ്പോഴേക്കും ആണ് ഇത് ശരിക്കും വർക്കാവുന്നത്, ഇത് ആക്ടിവേറ്റ് ആവുന്നതെന്ന് പറയാം. എന്നിട്ട് നല്ല രീതിയിൽ ഒരു 60 സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റിന് അടുപ്പിച്ച് മുഖത്ത് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് വാഷ് ചെയ്യാം. അതിൽ കൂടുതൽ വാഷ് ചെയ്താൽ ഫേസ് ഡ്രൈ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് കൂടുതൽ ഫേസ് കഴുകാനും പാടില്ല. അതേപോലെ ഒരു ദിവസം 2 തവണ കൂടുതൽ മുഖം കഴുകിയാലും നമ്മുടെ മുഖത്തിന് സീനാണ്. ഇനി ഞാൻ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞതാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത്.
ഇത്രയും ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഡബിൾ ക്ലൻസിങ് യൂസ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ കൃത്യമായിട്ട് മുഖം കഴുകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം ഓക്കെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കമൻസ് ചോദിക്കുക. ഞാൻ കാണിച്ചു തരാം 2 നല്ല ഫേസ് വാഷോ ക്ലെൻസേഴ്സ് കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിന് ശേഷം ഉപയോഗിക്കേണ്ട ഒന്ന് ഈ സെറ്റഫിലിൻ്റെ ഓയിൽ സ്കിൻ ക്ലെൻസറാണ്, 2 ഈ ഫിക്സ് ഡെർമയുടെ സാലിസബ് എന്ന് പറഞ്ഞൊരു ഫേസ് വാഷാണ്. രണ്ടും അടിപൊളിയാണ്, ഒരു ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ബൈ.